അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇതൊക്കെ സുഹൃത്തുക്കളെ 2025 ഏറ്റവും വലിയ തമാശയായി തോന്നിയൊരു സംഗതി ഉണ്ട്. അതൊന്ന് കേട്ടുവെക്കാം നമുക്ക്. ഞാൻ പറയുന്നത് ഇവരെ സ്ഥാപനത്തിൽ ചേർക്കുമ്പോൾ ശ്രദ്ധിച്ചോളണം. KNM മദ്രസയിൽ ചേർക്കുന്നതിനേക്കാൾ അപകടമാണ് കുറ്റ്യാടിയിലെ സിറാജുൽ ഹുദയിൽ ചേർക്കൽ. എന്താ ഈ പറയണു? മൗലാന പേരോട് ഉസ്താദ് സിറാജുൽ ഹുദ എന്ന സ്ഥാപനം സ്ഥാപിക്കുന്നത് ഷെയ്ഖുന AP ഉസ്താദിൻ്റെ അടുത്ത് നിന്ന് മർക്കസ് സഖാഫത്തി സുന്നിയിൽ പഠിച്ച് ബിരുദമെടുത്തതിന് ശേഷം പൊരുത്തവും കുരുത്തവും നേടി കുറ്റ്യാടി എന്ന പരിസര പ്രദേശങ്ങളിൽ ഒന്നും സുന്നി എന്ന് പറഞ്ഞ് ഒരു മുഅ്മിനുമില്ല, ഒരു മുസ്ലിമും ഇല്ലാത്ത കാലത്ത് ഓല ഷെഡ് വെച്ച് കെട്ടി പള്ളിയും മദ്രസയും സ്ഥാപിച്ച് ഒരു ശമ്പളവും പ്രതീക്ഷിക്കാതെ ഇന്ന് വരെ ഒരു നയാകാശും ശമ്പളം പറ്റാതെ അവിടെ പോയി ദിവസങ്ങളോളം സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത് ബോധ്യപ്പെടുത്തി ഇപ്പോൾ അൽഹംദുലില്ലാ ഡസൻ കണക്കിന് മഹല്ലുകൾ മുമ്പ് സുന്നി അല്ലാത്ത ആശയം വിശ്വസിച്ചിരുന്ന ജനങ്ങൾ ഇപ്പോൾ ഡസൻ കണക്കോളം മഹല്ലുകൾ സുന്നിയായിരിക്കുകയാണ്. മനസ്സിലായോ? ഈ സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ ഇങ്ങനെ ഒരു പ്രസംഗം നടക്കുന്നത്. അപ്പോൾ എനിക്ക് ഓർമ്മയായത് ഉസ്താദ് അവറുകൾ അവിടെ പ്രവർത്തനം ആരംഭിച്ച് കുറച്ച് വർഷങ്ങളായപ്പോൾ വലിയ മാറ്റം സംഭവിച്ചപ്പോൾ അന്നത്തെ പുത്തൻവാദികൾക്ക് അത് വലിയൊരു അടിയായി. അപ്പോൾ അന്ന് കുറ്റ്യാടിയും പരിസരത്തും അല്ലാത്ത ചില മൗലവിമാർ പ്രചരിപ്പിച്ചൊരു സംഗതി ഉണ്ടായിരുന്നു. അതെന്താണോ? ഉസ്താദ് അവറുകൾ വഅലിന് പോകുന്ന സദസ്സുകളിൽ വഅലിൻ്റെ സമാപനത്തിൽ ദിക്റും സ്വലാത്തും ചൊല്ലി ആ സദസ്സിലേക്ക് കളക്ഷൻ എടുക്കും. ആ സമയത്ത് ആരെങ്കിലും സിറാജുൽ ഹുദയിലേക്ക് സംഭാവന കൊടുക്കാറുണ്ട്. ആ സമയത്ത് ഉസ്താദ് സംഭാവന സിറാജുൽ ഹുദയിലേക്കാ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഈ സലാത്തും ദിക്റും ചൊല്ലുമ്പോൾ അത് സലാത്തും ദിക്റും മുറിക്കണ്ടല്ലോ എന്ന നിലക്ക് ഇങ്ങനെ സിറാജുൽ ഹുദയിലേക്കുള്ള ക്യാഷ് പോക്കറ്റിലിട്ടോ എന്ന് ആംഗ്യം കാണിച്ചു കൊടുത്തു. ഇത് മാത്രം വീഡിയോ എടുത്തിട്ട് പുത്തൻവാദികൾ അന്ന് പ്രചരിപ്പിച്ചു. വലിയ കാശൊക്കെ പേരോടിനുള്ളതാണ്, ചെറിയതൊക്കെ ബക്കറ്റിലിട്ടോളി എന്ന് പറയുന്നു പേരോട് എന്ന് പറഞ്ഞ് ഒന്നാകെ പ്രചരിപ്പിച്ചു. അതാണ് എനിക്ക് ഇദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗം കേട്ടപ്പോൾ ഓർമ്മയായത്. അത് കാരണത്താൽ അത് സിറാജുൽ ഹുദയിലേക്ക് 4-5 ലക്ഷമൊക്കെ സംഭാവന കിട്ടുന്നത് 20, 25, 30 ഒക്കെ ആയി ഈ കള്ളപ്രചരണം നടത്തിയതുകൊണ്ട്. ഇതുപോലെയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗം എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇനി ഉസ്താദ് അവറുകൾ അവിടെ പ്രസംഗിക്കുന്നത് എന്താണ് എന്നും കൂടി നമുക്കൊന്ന് കേട്ടു നോക്കുക ഇൻഷാ അല്ലാഹ്. ഇനി ഒന്നുകൂടി ഞാൻ പറയട്ടെ. നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും വുളുവും കുളിയും ഔറത്ത് മറക്കലും അതിൻ്റെ എല്ലാം പുറമേ ഈമാൻ കാര്യങ്ങളും ഈമാനിൻ്റെ വിഷയങ്ങളും അത് പഠിക്കാനുള്ള സ്ഥലമാണ് മദ്രസ. അതിൻ്റെയും പുറമെ പറയട്ടെ, ബാപ്പ ഉമ്മയോട് പോത്തിനെ പോലെ പെരുമാറാൻ പറ്റുമോ? അയൽവാസിയോട് അതാ കലഹം കൂടാൻ പറ്റുമോ? അതേ കുടുംബ ബന്ധം മുറിക്കാൻ പറ്റുമോ? കള്ളം പറയാൻ പറ്റുമോ? വാക്ക് ലംഘിക്കാൻ പറ്റുമോ? ചീത്ത വിളിക്കാൻ പറ്റുമോ? ഇതൊന്നും പാടില്ലെന്ന് ചെറിയ മക്കളുടെ മനസ്സിൽ ഏറ്റവും നല്ല സ്വഭാവ സംസ്കരണം പഠിപ്പിക്കുന്ന സ്ഥാപനമാണ് മദ്രസ. അൽഹംദുലില്ലാഹ്, സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിൽ ഒരൊറ്റ ആലിമിന്റെ കുറ്റം പറയാൻ ഒരു മുഅല്ലിമിനെയും അനുവദിക്കൂല. അത് നമ്മളുടെ സംഘടനയിൽ പെട്ട പണ്ഡിതന്മാരെ കുറ്റം പറയാനും അനുവദിക്കൂല. നമ്മളുടെ സംഘടനയിൽ പെടാത്ത പണ്ഡിതന്മാരെ കുറ്റം പറയാനും ഒരു മുഅല്ലിമിനെയും മദ്രസയിൽ അനുവദിക്കൂല. പരിശുദ്ധ ഖുർആൻ പറയുന്ന നാവ് കൊണ്ട് ഗീബത്ത് പറയാമോ? ഗീബത്ത് എന്ന് പറയുന്നത് ഏറ്റവും വലിയ നജസല്ലയോ? കളവെന്ന് പറയുന്നത് നാറുന്ന വസ്തുവല്ലയോ?
ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഇദാ കദബൽ അബ്ദു, ഒരു മനുഷ്യൻ കള്ളം പറഞ്ഞാൽ തബാഅദ അൻഹുൽ മലക്കു, മലക്ക് ഉടനെ തന്നെ അവന്റെ സമീപത്തുള്ള മലക്ക് ദൂരെ പൊയ്ക്കളിയും. മൈലം മിൻ നത്ലിമാ ജാഅ ബിഹി, അവന്റെ ഈ കളവിന് വല്ലാത്ത ദുർഗന്ധമാണ്, കളവിന് വല്ലാത്ത നാറ്റമാണ്. ഈ നാറ്റം മലക്കുകൾ ഇഷ്ടപ്പെടൂല. അപ്പൊ ഗീബത്ത് പറയുന്ന സദസ്സ്, അതുപോലെ തന്നെ ചീത്ത പറയുന്ന സദസ്സ്, കുറ്റം പറയുന്ന സദസ്സ്, അവിടെ മലക്കുകൾ ഉണ്ടാകൂല. നമ്മുടെ ചെറിയ പിഞ്ചുമക്കൾക്ക് മലായിക്കത്ത് ചിറക് വിരിച്ചു കൊടുക്കണം. മലക്കുകൾ അവരുടെ ആത്മീയ രംഗത്ത് പുരോഗതി നൽകണം. മലക്കുകളുടെ സഹവാസം ലഭിക്കണം. അതുണ്ടാകണമോ? ഒരിക്കലും തന്നെ സ്വന്തം സംഘടനയിൽപ്പെട്ടവരോ മറ്റ് സംഘടനയിൽപ്പെട്ടവരോ ആയ ഒരു ആലിമിനെ എന്നല്ല, ഒരു സയ്യിദിനെ എന്നല്ല, ഒരു മുഅ്മിനിനെയും ഒരു മുഅ്മിനത്തിനെയും അതാ മക്കളോട് കുട്ടികളോട് കുറ്റം പറയാൻ പാടില്ല. അങ്ങനെ പറയുന്നു ഒരു മുഅല്ലിം മദ്രസയിൽ നിന്നറിഞ്ഞാൽ നമ്മുടെ ബോർഡിന്റെ കീഴിൽ അവർക്ക് അതാ സേവനത്തിന് അവസരമില്ല. അപ്പം ഇതാണ് ഉസ്താദ് പ്രചരിപ്പിക്കുന്ന ആശയം. മനസ്സിലായോ? അതുകൊണ്ട് ഇത്തരം നവീനവാദികളോട് പറയാനുള്ളത്, സിറാജുൽ ഹുദയും പേരോട് ഉസ്താദൊക്കെ തീയിൽ മുളച്ചതാണ്, അത് വെയിലത്ത് വാടൂല എന്നാണ് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ്, അല്ലാഹ് തൗഫീഖ് ചെയ്താൽ ഇനിയും കാണാം. അസ്സലാമു അലൈക്കും.